ഹായ് ഫ്രണ്ട്സ്, ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു സാധനമാണ് മാങ്ങ. നല്ല പഴുത്ത മാങ്ങകൾ. അത് വെച്ചിട്ട് ഈ ചൂടത്ത് നമുക്ക് കുടിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക്സ്, മാംഗോ സാഗോ. എല്ലാവരും കേട്ടിട്ടുണ്ടാവും. നമുക്ക് ആ റെസിപ്പി ഒന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തത് 2 പഴുത്ത മാങ്ങ, നല്ല മധുരമുള്ള 2 മാങ്ങ. അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കണം. ഞാനൊരു അരക്കപ്പ് പഞ്ചസാരയാണ് അതിലേക്ക് ചേർത്തത്. അത് ചേർത്ത് നന്നായിട്ടത് പൾപ്പ് രൂപത്തിൽ അടിച്ചെടുക്കണം. അതിലേക്ക് ഒരു 2 ഏലക്കയും കൂടി ഇട്ട് നന്നായിട്ട് പൾപ്പായിട്ട് അടിച്ചെടുക്കണം. എന്നിട്ട് അതിലേക്ക് ഒരു അരക്കപ്പ് പാല് ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഞാനൊരു അരക്കപ്പ് ചേർത്തതാണ്. അങ്ങനെ അരച്ചെടുത്ത പൾപ്പാണ് ഇത്. ഇനി നമുക്കൊരു പാത്രത്തിൽ പാലടുപ്പിൽ വെച്ച് ചൂടാക്കാം. ഈ കൂട്ടത്തിൽ തന്നെ 1 ഗ്ലാസ് ചവ്വരി ഉണ്ടല്ലോ, നമ്മൾ പായസത്തിലൊക്കെ ഇടുന്നത്, ആ ചവ്വരി ഒന്ന് വേവിച്ച് ഒരു വെള്ളത്തിൽ കഴുകി സ്ട്രെയിൻ ചെയ്യാൻ മാറ്റി വെച്ചേക്കണം. അത് മറക്കരുത്. ചവ്വരി വേവിച്ചിട്ട് ഊറ്റി അത് ഒരു വെള്ളത്തിൽ കൂടെ കഴുകണം. അതിൻ്റെ പശ മൊത്തം കളയണം. ഈ പാലിന് ആവശ്യമുള്ള പഞ്ചസാര പാൽ തിളച്ച് കഴിയുമ്പോൾ നമ്മളിതിലേക്ക് ചേർക്കണം. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരി ഉണ്ടല്ലോ, ആ ചവ്വരിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം. ചവ്വരി ഇച്ചിരി കൂടുതലെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനൊരു ചെറിയ ഗ്ലാസ്സിന് 1 ഗ്ലാസ്സാണ് എടുത്തത്. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത്, നമ്മളിതൊന്ന് ചെറുതായിട്ടൊന്ന് തിക്കായി കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഒരല്പം കോൺഫ്ലോർ ഇല്ലെന്നുണ്ടെങ്കിൽ മൈദ ആയാലും മതി. ചിലർ കോൺഫ്ലോർ ചേർക്കും, ചിലർ ചേർക്കത്തില്ല. അത് കോൺഫ്ലോർ കലക്കിയതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഈ പാലൊന്ന് തിക്കായി കിട്ടും. എന്നിട്ടത് തണുക്കാൻ വെക്കണം. തണുത്ത് കഴിയുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരുന്ന മാങ്ങാ പൾപ്പ് ഇതിലേക്ക് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ, നന്നായി തണുത്ത് കഴിയുമ്പോൾ പീസാക്കിയിട്ട മാങ്ങയും കൂടെ ചേർത്ത് കുടിക്കാം. നല്ല ടേസ്റ്റുള്ളൊരു സംഭവമാണ്. കുട്ടികൾക്കൊക്കെ ഈ വെക്കേഷൻ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വീട്ടിലുള്ള ഐറ്റംസ് മാത്രമാണിത്. 2 മണിക്കൂർ ഫ്രിഡ്ജ് വെച്ച് സെറ്റായി കഴിയുമ്പോൾ അതിലേക്ക് വേറൊരു കഷ്ണം, ഒരു മാങ്ങ എടുത്ത് കഷ്ണിച്ച് അതുകൂടി ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ള ഒരു അടിപൊളി ഡ്രിങ്കാണ്. അപ്പോൾ ഇനി അടിപൊളി റെസിപ്പിയായിട്ട് വീണ്ടും ഉടനെ തന്നെ കാണാം. താങ്ക് യു.